ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് സഫാൻ വ്ളോഗ്. ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മാങ്ങാക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ മാങ്ങ സീസണൊക്കെയാണല്ലോ, അപ്പോൾ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു കൂട്ടുകറിയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വളരെ കുറച്ച് മാത്രം 1-2 മാങ്ങ മാത്രം ഉപയോഗിച്ച് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് 2-3 ദിവസമൊക്കെ കേടുവരാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഇന്ന് ഉണ്ടാക്കി വെച്ചാൽ ഇന്നത്തിലേറെ ടേസ്റ്റി ആയിട്ട് നമുക്ക് നാളെ കഴിക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു കറിയാണിത്. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇത് നമുക്ക് ഏത് മാങ്ങ കൊണ്ടും ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. ഞാൻ മൂവാണ്ടൻ മാങ്ങയാണ് ഉപയോഗിക്കുന്നത്. ഇനി നാടൻ മാങ്ങയൊക്കെ ഉണ്ടാവില്ല, നല്ല പുളിയൊക്കെ ഉള്ള ഏത് സൈസ് മാങ്ങ വേണമെങ്കിലും നമുക്കിതിനായിട്ട് ഉപയോഗിക്കാം. ഇനി ഒരു പച്ചപ്പൊക്കെ വിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളം മഞ്ഞ കളറിലൊക്കെ വരുന്ന സമയത്താണെന്ന് ഇത് ഏറ്റവും നന്നായിരിക്കുക. അപ്പോൾ ഞാനിത് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു തക്കാളി എടുത്ത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ചേർത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 2 എടുക്കാൻ കേട്ടോ. അത് നല്ല വലിപ്പത്തിലുള്ള തക്കാളി ആയിരുന്നു, അതുകൊണ്ട് ഞാൻ 1 മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒട്ടും തന്നെ മുളക് പൊടി ചേർത്തെടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു 6 പച്ചമുളക് ചേർത്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെയൊക്കെ എരിവിനനുസരിച്ച് ഏറ്റക്കുറച്ചിലൊക്കെ വരുത്താം കേട്ടോ. അതുപോലെ പിന്നെ ഇതിലേക്ക് 1 സ്പൂൺ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും കൂടെ ചതച്ചത് കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തൊഴിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്തെടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മുളക് പൊടി തീരെ ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇത് നല്ല മഞ്ഞ കളറിലായിട്ടുണ്ടാവും ഈ കറി ഉണ്ടായിരിക്കുക. അപ്പോൾ അതിന് അത്യാവശ്യം നല്ലോണം മഞ്ഞൾ ചേർത്തെടുക്കണം. ഞാൻ 1 സ്പൂണോളം നന്നായിട്ടൊരു സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിലേക്കുള്ള മസാലയ്ക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന മാങ്ങ ചേർത്തെടുക്കാം. ഒരു മാങ്ങ കൊണ്ട് തന്നെ ഇത് നല്ല തിക്കായിട്ടുള്ള കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിത് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനിയിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കൂടുതൽ സമയം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് മാങ്ങ വെന്ത് കിട്ടുകയാണെങ്കിൽ അപ്പോൾ ഇതിൽ കഷ്ണങ്ങളൊന്നും കാണില്ല. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് കറിയിൽ ചേരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വല്ലാതെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഈ മാങ്ങ കഷ്ണങ്ങളൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേവിച്ചെടുക്കുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ തേങ്ങയുടെ 1-ാം പാൽ 2-ാം പാൽ എന്നിങ്ങനെ മാറ്റി വെച്ചിട്ടൊന്നുമില്ല. നന്നായിട്ട് ഒരൊറ്റ തവണ തന്നെ ഇങ്ങോട്ട് കറക്കിയെടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്ത പരുവത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നന്നായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് ഫസ്റ്റ് പാലും സെക്കൻഡ് പാലൊന്നും വേർതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാങ്ങ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 6-7 മിനിറ്റോളം വന്നിട്ടുള്ളൂ. ഇത് മാങ്ങയ്ക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഈ കറിയൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെയൊക്കെ ഒരു ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന കറിക്കനുസരിച്ചൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതിന് ഇത്രമാത്രം എന്നുള്ളൊരു അളവൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാന് നന്നായി ചൂടായി വന്നൊരു സമയമായിരുന്നു, അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 3 വറ്റൽമുളക് കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചേർത്തെടുക്കുമ്പോൾ അത് നമ്മുടെ കറിക്ക് നല്ലൊരു മണവും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറൊക്കെ നമ്മുടെ കറിക്ക് കിട്ടും. അപ്പോൾ ഇനി ഇത് നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. ഈ കറിവേപ്പില നമ്മൾ തക്കാളി പച്ചമുളകൊക്കെ കറിയിൽ ചേർത്ത സമയത്ത് അതിൽ കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ അടുത്ത് കൂടുതൽ കറിവേപ്പിലയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർത്തെടുക്കാതിരുന്നത്. നിങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതുപോലെയൊക്കെ ചേർത്തെടുക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങാക്കറി. വളരെ ടേസ്റ്റിയാണ്.
2-3 ദിവസമൊക്കെ കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.